എടോ ചച്ചേ, പള്ളിയിൽ കൂടുന്നതിനെ കുറിച്ച് നീ എന്താടോ മിണ്ടാത്തത്? ഞാനും ചോദിക്കുന്നു വേണുഗോപാലകൃഷ്ണനോട്. പറയടോ. വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ഇങ്ങനെ കൂട്ടം കൂടുന്നത് തെറ്റാണെന്ന് പറയാൻ വേണുഗോപാലകൃഷ്ണന് ധൈര്യമുണ്ടോ? ചങ്കൂറ്റമുണ്ടോ വേണുഗോപാലകൃഷ്ണ? പറയടോ. എന്നാൽ വെള്ളിയാഴ്ചകളിൽ ഈ ജുമാ നമസ്കാരത്തിന് മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്നത് തെറ്റാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുകയാണ്. അതല്ലാതെ അമ്പലത്തിൽ പോകുന്ന പാവപ്പെട്ട അമ്മമാരെ, അമ്മൂമ്മമാരെ അവരെന്തോ ഹിന്ദുത്വ തീവ്രവാദികൾ എന്നുള്ള രീതിയിലാണ് വേണുഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത്. സഹിക്കില്ല, ഇവിടുത്തെ ഹിന്ദു സമൂഹം സഹിക്കില്ല, പൊറിക്കില്ല. വേണുഗോപാലകൃഷ്ണൻ മനസ്സിലാക്കിക്കോ. ബിഗ് ടിവിയുടെ നടത്തിപ്പുകാർ മനസ്സിലാക്കി കേട്ടോ. വെറുതെയല്ല നിങ്ങൾ ഗുണം പിടിക്കാത്തത്, വെറുതെയല്ല നിങ്ങൾ ഈ പറയുന്ന TV ചാനലുകൾക്കിടയിൽ എവിടെ എത്താതെ പോകുന്നത്. മനസ്സിലായി കേട്ടോ. എല്ലാ വെള്ളിയാഴ്ചകളിലും മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവര് പള്ളികളിൽ പോകുക എന്നുള്ളത് നിർബന്ധമാണ്. വെള്ളിയാഴ്ച നമസ്കാരം മാത്രമല്ല മുസ്ലിം പള്ളികളിൽ മിക്കപ്പോഴും പല ദിവസങ്ങളിലും നിർബന്ധമായും അവിടെ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന മുസ്ലിങ്ങൾ വളരെ വളരെ സർവ്വസാധാരണമായ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ. ആരും അതിനെ വിമർശിക്കാറില്ല. മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ പള്ളികളിൽ പോകുന്നതിനോ പള്ളികളിൽ പോയി അവിടെ എന്താ പറയുക വിവിധങ്ങളായ മത ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതിനോ നിർബന്ധപൂർവം തന്നെ വെള്ളിയാഴ്ച ഉച്ചക്കുള്ള നമസ്കാരം പലപ്പോഴും ആ നമസ്കാരത്തിന്റെ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന വിശ്വാസികളുടെ ബാഹുല്യ നിമിത്തം ഈ നിസ്കാരങ്ങൾ പലപ്പോഴും പള്ളി വളപ്പിൽ നിന്ന് പുറത്തേക്ക് വരെ നീണ്ടു നിൽക്കുന്നത് പാളയംപള്ളിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും റോഡിലേക്കൊക്കെ നീങ്ങുന്ന തരത്തിലുള്ള അത്രയ്ക്കും വിശ്വാസികൾ അത്രമാത്രം ഈ മുസ്ലിം പള്ളികളിൽ അത്രമാത്രം വിശ്വാസികൾ അവരുടെ വിശ്വാസം അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് അവിടെ പള്ളികളിൽ ഈ പ്രാർത്ഥന നടത്തുന്നതൊക്കെ നമ്മൾ കാണുന്നു. ആരും അതിനെ വിമർശിക്കാറില്ല. അതേപോലെ തന്നെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളും അവിടെ ഒത്തൊരുമിക്കാറുണ്ട്, പ്രാർത്ഥനകളിൽ പങ്കെടുക്കാറുണ്ട്. അത് നിർബന്ധമാണ്. അപ്പം ഈ ഞായറാഴ്ചകളിലെ ക്രിസ്തീയ വിശ്വാസികളുടെ ഒരു കൂട്ടം കൂടൽ, വെള്ളിയാഴ്ചകളിൽ മുസ്ലിം സഹോദരന്മാരുടെ കൂട്ടം കൂടൽ, ഇത് കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വിശേഷമാണ്. ആരും ഇതിനെ, ഒരു മാധ്യമങ്ങളും ഇതിനെ എതിർക്കാറില്ല, പരിഹസിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. അതേ അവസരത്തിൽ ഹൈന്ദവ വിഭാഗം മറ്റ് ഈ ക്രിസ്ത്യൻ മതത്തെ പോലെ അല്ലെങ്കിൽ ഇസ്ലാമിക മതത്തെ പോലെ ഒരു സെമറ്റിക് മതമല്ലാത്തത് കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെതായ ഒരു അന്തരീക്ഷം അവിടെയുള്ളത് കൊണ്ട് ജനിച്ച് ഇന്നേ വരെ അമ്പലത്തിൽ പോകാത്ത ഒരുപാട് ഹിന്ദുക്കളുള്ള നാടാണ് നമ്മുടേത്. ഇന്നേ വരെ അമ്പലത്തിൽ പോകാത്ത, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാത്ത, അമ്പലത്തിൽ വഴിപാട് നടത്താത്ത ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊന്നും ഹൈന്ദവ വിഭാഗം മാറ്റി നിർത്തുന്ന ഒരു ഏർപ്പാടുമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം, നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാം, നിങ്ങൾക്ക് അവിടെ വഴിപാട് നടത്താം, നിങ്ങൾക്ക് അവിടെ പൂജകൾ നടത്താം, നിങ്ങൾക്ക് അവിടെ ഭജന ഇരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്പലങ്ങളെ തള്ളിപ്പറയാം, നിങ്ങളൊരു വിശ്വാസി അല്ല എന്ന് പറയാം, നിങ്ങൾ നാസ്തികനാണെന്ന് പറയാം. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുള്ള, ഒരുപക്ഷെ ഭക്തിയുടെയൊക്കെ ഒരു ഉന്നത തലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ആരാധനയ്ക്ക് ഇത്തരം സംവിധാനങ്ങളൊന്നും വേണ്ട, അതല്ലാത്ത രീതിയിലുള്ള ഒരു പ്രപഞ്ചം തന്നെ ദൈവമായി കണക്കാക്കുന്ന ആ രീതിയിലുള്ള ഉന്നതമായ ആത്മീയ മൂല്യങ്ങളുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഹൈന്ദവ മതവിഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് സെമറ്റിക് മതങ്ങളായ ഇസ്ലാമിനെ പോലെ അല്ലെങ്കിൽ ക്രിസ്തീയ മതവിഭാഗത്തെ പോലെ ഒരു പ്രത്യേക ദിവസം നിർബന്ധമായും ആരാധനയിൽ പോകണം എന്നുള്ളൊരു നിബന്ധന ഇവിടെയില്ല, ഹൈന്ദവ വിഭാഗത്തിലില്ല. പക്ഷേ നമ്മുടെ ചില മാധ്യമങ്ങൾ അവര് പ്രഖ്യാപിക്കുന്നത് ഈ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അമ്പലത്തിൽ പോകുന്നു, അതെന്തോ വലിയ അപകടമാണ്. നമുക്കറിയാം ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട, എനിക്ക് തോന്നുന്നു ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഒരു 10-15% ആൾക്കാരൊക്കെ അമ്പലങ്ങളിൽ ഒരു നിത്യ സന്ദർശനമൊക്കെ നടത്തുന്നുള്ളൂ. അമ്പലങ്ങളിൽ പോകാറുണ്ട് മിക്കപ്പോഴും പലരും. പക്ഷേ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ എത്ര ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ടാവും? ഒരുപക്ഷെ പ്രായം ചെന്ന അമ്മൂമ്മമാരോ അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഒരുപക്ഷെ എങ്കിലും എല്ലാ ദിവസവും പോകുന്നതൊന്നും വളരെ വളരെ അപൂർവമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇതെന്തോ വലിയ അപരാധമാണ്. അമ്പലത്തിൽ പോകുന്നത് വളരെ ആപൽക്കരമായ ഒരു കാര്യമാണ്. അത് ഒരു രാഷ്ട്രീയ ഹിന്ദുത്വത്തിലേക്കുള്ള ഒരു പരിണാമമാണ് എന്നൊക്കെയാണ് ഇവിടെ ബിഗ് TV എന്ന് പറയപ്പെടുന്ന ഒരു പുതിയ മാധ്യമം കടന്നു വന്നിട്ടുണ്ട് കേട്ടോ. ബിഗ് TV
ഈ ബിഗ് ടിവിയിൽ കഴിഞ്ഞ ദിവസം വേണു ബാലകൃഷ്ണൻ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്, ആ ചർച്ചയിൽ സുജയ പാർവതിയൊക്കെ ഉണ്ട് കേട്ടോ. സുജയ പാർവതിയൊക്കെ വേണു ബാലകൃഷ്ണൻ പറയുമ്പോൾ വളരെ അതിശയത്തോടെ വേണു ബാലകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. പക്ഷേ വേണു ബാലകൃഷ്ണനെ തിരുത്താനുള്ള ഒരു ആർജവമൊന്നും സുജയ പാർവതിക്ക് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണു ബാലകൃഷ്ണൻ വളരെ ധാർഷ്ട്യത്തോടെ പറയുകയാണ് ആ ചർച്ചയിൽ. നമുക്ക് ആ ചർച്ചയുടെ കുറച്ച് ഭാഗം ഒന്ന് കാണാം കേട്ടോ. ഹിന്ദുത്വ വിഭാഗത്തിന്റെ വലിയൊരു പ്രോജക്റ്റാണ്. ഇപ്പോ ധാരാളം പ്രായമായ സ്ത്രീകൾ അവരുടെ ജീവിത രീതിയെ തന്നെ മാറ്റി മറിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അവർക്ക് പല ഘട്ടങ്ങളിൽ എല്ലാ ദിവസവും അമ്പലങ്ങളിൽ മിക്കവാറും മുഴുവൻ സമയവും ഇരിക്കാവുന്ന തരത്തിലുള്ള പല 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 പരിപാടികൾ ക്രമീകരിക്കപ്പെടുകയാണ്. അതിന് രാവിലെ അവിടെ ചെന്നാൽ പ്രാതൽ കിട്ടും, ഉച്ചയ്ക്ക് സദ്യയുണ്ട്, വൈകുന്നേരത്തെ ചായയുണ്ട്, രാത്രി ഭക്ഷണമുണ്ട്. ഇങ്ങനെ അമ്പലത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് മുഴുവൻ ജീവിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ വേണുബാലകൃഷ്ണൻ പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ അമ്പലങ്ങളില് രാവിലെ ചെന്നാൽ പ്രാതലുണ്ട്, അത് കഴിഞ്ഞാൽ ഉച്ചക്ക് ഭക്ഷണമുണ്ട്, വൈകുന്നേരം ചായയുണ്ട്, രാത്രി ഭക്ഷണമുണ്ട്. ഇതുകൊണ്ടൊക്കെ സ്ത്രീകള് അമ്പലത്തിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. ചെറിയ ചെറിയ അമ്പലങ്ങളിൽ പോലും ഇങ്ങനെ സൗകര്യമുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, നമ്മുടെ നാട്ടിൽ എത്ര ചെറിയ ചെറിയ അമ്പലങ്ങളിലാണ് ഇപ്പൊ അന്നദാനമൊക്കെ നമുക്ക് ഉണ്ടാകാറുള്ളത്? പലപ്പോഴും ഉത്സവകാലങ്ങളിലൊക്കെയാണ് അന്നദാനം ഉണ്ടാവാറുള്ളത്. എല്ലാ ദിവസവും അന്നദാനം ഉള്ളത് എന്ന് പറഞ്ഞാൽ മഹാക്ഷേത്രങ്ങളാണ്. ഗുരുവായൂർ പോലുള്ള വലിയ ക്ഷേത്രങ്ങളിലാണ് എല്ലാ ദിവസവും ഉച്ചക്ക് അന്നദാനം ഉള്ളത്. അവിടെ പോലും എനിക്ക് തോന്നുന്നില്ല രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി അങ്ങനെ 4 നേരവും ഭക്ഷണം കൊടുക്കുന്നത് അവിടെ ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. പക്ഷേ വേണുബാലകൃഷ്ണൻ പറയുന്നത് കേരളത്തിലെ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ പോലും എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയുകയാണ് ഈ അധമ മാധ്യമ പ്രവർത്തകൻ. വേണുബാലകൃഷ്ണന്റെ തനിനിറം ഞാൻ പറയുന്നില്ല ഇവിടെ കേട്ടോ. വേണുബാലകൃഷ്ണനൊന്നും അധികം ഞെളിയണ്ട വേണുബാലകൃഷ്ണ. അപ്പൊ വേണുബാലകൃഷ്ണൻ വലിയ മാന്യനായിട്ട് ബിഗ് ടിവിയിൽ ഇരുന്ന് പറയുകയാണ്, ഹൈന്ദവ സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നു, എന്തോ വലിയ അപകടമാണ്. ഇയാൾ ഇതുവരെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ പോകുന്ന സ്ത്രീകളെ കുറിച്ച് ഇയാൾ മിണ്ടുന്നില്ല. എല്ലാ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഞായറാഴ്ച ക്രിസ്തീയ ദേവാലയങ്ങളിൽ പോകുന്നു, ഇയാൾ മിണ്ടുന്നില്ല. എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ മുസ്ലിങ്ങളും നിർബന്ധമായി പോകുന്നു. പക്ഷെ ഹൈന്ദവരില് ഏതോ ചില കുറച്ച് ഭക്തകൾ മാത്രം ക്ഷേത്രത്തിൽ പോകുന്നത് എന്തോ വലിയ അപരാധമാണ് എന്നുള്ള രീതിയിലാണ് ഇയാൾ കള്ളങ്ങൾ എഴുന്നള്ളിക്കുന്നത്. കള്ളം എന്ന് പറഞ്ഞാൽ എമ്മാതിരി കള്ളമാണ്. ഇവിടുത്തെ എല്ലാ ചെറിയ ക്ഷേത്രങ്ങളിലും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രിയൊക്കെ ഭക്ഷണം ഉണ്ടത്രേ. അതുകൊണ്ട് അവർക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാം, അവിടെ തന്നെ കഴിഞ്ഞുകൂടാം എന്നുള്ള നിലയിലാണ് അത്രേ അവര് അമ്പലത്തിൽ പോകുന്നത്. തീർന്നില്ല, ഇനിയുണ്ട്. ഇവർക്ക് ദീർഘയാത്രകൾ പല അമ്പലങ്ങളിലേക്ക്, അതെല്ലാം ചെറിയ പൈസയ്ക്ക് പോകാനും കഴിയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഇതെവിടെയാ ബാലകൃഷ്ണ? ഈ ചെറിയ പൈസക്ക് ഇവർക്ക് ദീർഘയാത്രകൾ ചെയ്യാത്രേ. അതായത് വേണുബാലകൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് തീർത്ഥയാത്രകൾ. ചില അമ്പലങ്ങളിലൊക്കെ വിശ്വാസികളെ തീർത്ഥയാത്രകൾക്ക് മറ്റു ദേവാലയങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതിൻ്റെതായ ബസ് കൂലിയും അതിൻ്റെതായ മറ്റു ചെലവുകളൊക്കെ വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അല്ല സൗജന്യമായിട്ട് ഇവിടെ ആരെയും കൊണ്ടുപോകുന്നില്ല. ഇതെന്തോ ചെറിയ പൈസക്ക്. ഇനി അങ്ങനെ ചെറിയ പൈസ കൊണ്ടുപോയാൽ തന്നെ വേണുബാലകൃഷ്ണന്റെ ക്രിമികടി. ചെറിയ പൈസക്ക് അമ്പലങ്ങൾ ചെറിയ പൈസക്ക് കൊണ്ടുപോട്ടെ എന്ന് എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും. അപ്പൊ നിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ കുറിച്ച് നിങ്ങൾ മിണ്ടില്ല. പേടിയാണ് ക്രിസ്ത്യാനികളെ കുറിച്ച് മിണ്ടാൻ. നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് മിണ്ടാൻ പേടിയാണ്. പിണ്ടിയ തലയുണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ഈ ഹൈന്ദവ വിശ്വാസികൾ നിങ്ങൾക്ക് എന്തും പറയാം. ചെറിയ പൈസ കൊടുത്താൽ എടോ ചെറിയ പൈസക്ക് വലിയ പൈസക്ക് അവര് പൊയ്ക്കോട്ടെടോ. നിനക്ക് എന്തിനാണോ ഇങ്ങനെ ചൊറിച്ചുണ്ടാവുന്നത് വേണുബാലകൃഷ്ണ? വീട്ടിൽ പോയിരുന്ന് ചൊറിഞ്ഞ മതി കേട്ടോ. നിന്റെ ഈ ബിഗ് ടിവിയിൽ ഇരുന്ന് കണ്ട അങ്ങനെ ചൊറിയണ്ട. ബിഗ് ടി വി എന്ന് പറയുന്ന ഈ പുതിയ മാധ്യമ പ്രസ്ഥാനമുണ്ടല്ലോ, ഹിന്ദുക്കൾ ബഹിഷ്കരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ നടക്കില്ല കേട്ടോ. ഇവൻ ഇരുന്നിട്ട് ഇവൻ ഞാൻ പറയുന്നില്ല. ഇതാണോ മാധ്യമ പ്രവർത്തനം? കേരളത്തിൽ ഉദാത്തമായ മാധ്യമ പ്രവർത്തകരുടെ ഇയാൾ വന്നിരുന്നിട്ട് ഏറ്റവും വലിയ ചൊറിയ മുഴുവായ, ഏറ്റവും വലിയ മാലിന്യമായ, അല്ലെ ഏറ്റവും വലിയ മാലിന്യം ഇവനൊക്കെ ഇവിടെ ഏറ്റവും വലിയ ജിഹാദികളുടെ പൈസ വാങ്ങിയിട്ട് അത് തന്നെയാണ് നടത്തുന്നത്. എന്നിട്ട് ഇവിടെ ഹൈന്ദവരെ കുറ്റപ്പെടുത്തുകയാണ്. ഹൈന്ദവർ അമ്പലത്തിൽ പോകുന്നു, ഹൈന്ദവർ തീർത്ഥാടനത്തിന് പോകുന്നു. അത് പാടില്ലത്രേ. ഇവൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ ഇത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന്. ഇതുകൊണ്ടൊന്നല്ല കേരളത്തിൽ, ഇന്ത്യയിൽ BJP RSS വളർന്നു വരിക തന്നെ ചെയ്യും. അതിന് നീ ഇങ്ങനെ ക്രിമികടിച്ചിട്ട് നിന്റെ ക്രിമികടി കൊണ്ട് ഇത് നിൽക്കുകയൊന്നുമില്ല. എന്താ നിന്റെ വിചാരം? ഒരു മാധ്യമത്തിന്റെ തലപ്പത്തുണ്ട് നേരിട്ട് ഇങ്ങനെ തോന്നിവാസങ്ങൾ പറയുകയാണോ? നിനക്ക് ധൈര്യം ഉണ്ടോ പറയാൻ മുസ്ലിം മതവിഭാഗത്തെ കുറിച്ച്, ക്രിസ്തീയ മതവിഭാഗങ്ങളെ കുറിച്ച്? ഹിന്ദുക്കളെ നിങ്ങൾക്ക് എന്തും പറയാം അല്ലേ? ബാക്കി കൂടി കേൾക്കുക. അമ്പലത്തിലേക്ക് പോവുക എന്നത് മാത്രമാണ് ജീവിത രീതി എന്ന് ചുരുക്കുന്നു. ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരേ വിശ്വാസമുള്ള ആളുകളുടെ കൂട്ടായ്മ.
അമ്പലത്തിൽ പോകുക എന്നുള്ളത് മാത്രമാണ് എന്താ പറയാ, ജീവിതത്തിന്റെ ഒരു രീതി എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. എത്ര 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 സ്ത്രീകളാണ്, എത്ര പുരുഷന്മാരാണ് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട എത്ര പേരാണ് അമ്പലം മാത്രമേ ഉള്ളൂ എന്ന് കരുതി ജീവിക്കുന്ന എത്ര പേരാണ്? എന്താണ് കള്ളത്തരം പറയാനുണ്ടോ? പള്ളികൾ മാത്രം മതി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോസ്കുകൾ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെയൊക്കെ തോതെടുത്തു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ വളരെ നിസ്സാരമായ ഒരു കാര്യം മാത്രമേ ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുന്നുള്ളൂ, ഹിന്ദുക്കൾ അവരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നുള്ളൂ. ഇതൊന്നും കാണാതെ ഇവരെന്തോ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്, രാഷ്ട്രീയ അജണ്ട. രാഷ്ട്രീയ അജണ്ട ഇവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലാണ് ഇടയലേഖനം ഇറക്കുന്നത്. ആർക്ക് വോട്ട് ചെയ്യണം, നിങ്ങൾക്ക് ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യരുത് എന്ന് പോലും ക്രിസ്ത്യൻ പള്ളികളിൽ പറയുന്നു, അല്ലെ? മുസ്ലിം ജമാഅത്തുകളിൽ പറയുന്നു. ഇതൊന്നും നീ കണ്ടിട്ടില്ല, അല്ലേ? ഏതെങ്കിലും അമ്പലത്തിൽ പൂജാരി പറയാറുണ്ടോ നിങ്ങൾ ഇന്നാൾക്ക് വോട്ട് ചെയ്യണമെന്ന്? ഇന്നവരെ കേട്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് മറ്റു മതവിഭാഗങ്ങൾ അവിടെ ആർക്ക് വോട്ട് ചെയ്യണം? ഇവിടെ FCRI മറ്റേ നിയമം വന്നപ്പോഴേ, അതായത് വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം വന്നപ്പോൾ ഇവിടെ പൊള്ളിയതാർക്കാ? ക്രിസ്തീയ സഭാ അധ്യക്ഷന്മാർക്ക്. എന്തുകൊണ്ട് പൊള്ളി? വിദേശത്ത് നിന്ന് സംഭാവന വന്നാൽ കണക്ക് കാണിക്കണം. അത് പറഞ്ഞപ്പോഴത്തേക്ക് പൊള്ളി, അത് പറഞ്ഞപ്പോഴത്തേക്ക് പ്രക്ഷോഭമായി എന്ന് പറഞ്ഞാൽ അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അതൊന്നും വേണുഗോപാലകൃഷ്ണൻ ഒന്നും വാർത്തയല്ല. ഇവിടെ ഹൈന്ദവ വിശ്വാസികൾ അമ്പലത്തിൽ പോകുന്നു, അതിലാണ് ചൊറിച്ചിൽ. മാത്രമായി ഒരുങ്ങുന്നു. ആത്മീയതയായാലും വിശ്വാസമായാലും ഒക്കെ ഏത് വ്യക്തിക്കും ഏത് അളവ് വരെ വേണമെങ്കിലും അത് ജീവിതത്തിൽ കൊണ്ടുനടക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും. അപ്പൊ വേണുഗോപാലകൃഷ്ണൻ പറയാണ് ഏത് വ്യക്തിക്കും ആത്മീയതയും അമ്പലത്തിൽ ഈ എന്താ പറയാ ആരാധനയൊക്കെ ജീവിതത്തിൽ കൊണ്ടുനടക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ അവകാശം ഏതാണെന്നറിയോ? ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ അവരുടെ ആരാധനകളിൽ പോകാൻ അവകാശമുണ്ട്. പക്ഷെ ഹിന്ദുക്കൾക്ക് പോകാൻ പാടില്ല, ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ചുരുങ്ങിയ പക്ഷ പിണറായി വിജയനോടൊന്ന് ചോദിക്കടോ. പിണറായി വിജയൻ വരെ മോനെ ഗുരുവായൂരിലേക്ക് പറഞ്ഞയക്കുന്നു, പിണറായി വിജയൻ വരെ മകനെ ഗുരുവായൂരിലേക്ക് പറഞ്ഞയക്കുന്നു കേട്ടോടോ. എന്നിട്ട് ഉളുപ്പുമാനില്ലാതെ പറയുകയാണ് കേട്ടോ. അതിന്റെ അടിയിൽ ഞാനിത് മുഴുവൻ കാണിക്കുന്നില്ല, ഇതിന്റെ അടിയിൽ ഒരുപാട് മതവും വിശ്വാസവും എല്ലാം രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നു. അത് ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നു. അത് ഏറ്റവും മനുഷ്യൻ കിട്ടാവുന്ന ഏറ്റവും ആപൽക്കരമായ ആയുധമായി മാറുന്നു എന്നത്. ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നത് ഹിന്ദു അമ്പലത്തിൽ പോകുന്നത് ഇവിടെ ചേരിതിരിവ് ഉണ്ടാക്കുന്നു. മുസ്ലിം പള്ളിയിൽ പോയാൽ ചേരിതിരിവ് ഉണ്ടാക്കുന്നില്ല, ക്രിസ്ത്യാനി മറ്റേ ചർച്ചിൽ പോയാൽ ചേരിതിരിവ് ഉണ്ടാക്കുന്നില്ല. ഇവിടെ ചേരിതിരിവ് ഉണ്ടാക്കുന്ന ആരാണ്? പാവപ്പെട്ട ഇവിടുത്തെ വീട്ടമ്മമാരോ അല്ലെങ്കിൽ വൃദ്ധകളായ സ്ത്രീകളോ ഒക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അത് ചേരിതിരിവ് ഉണ്ടാക്കും. അത്രേ എന്റെ മോനെ, നന്നാകുന്നുണ്ട് നിന്റെ ഈ പറയുന്ന ചൊറിച്ചിലും മാന്തലുണ്ടല്ലോ. ഇതിൽ ഒരുപാട് കമന്റുകൾ ഉണ്ട്. ചില കമന്റുകൾ മിക്കവാറും അശ്ലീല കമന്റുകളാണ്. ദിലീപേട്ടൻ പണ്ട് പറഞ്ഞതുപോലെ ദിലീപ്, നമ്മുടെ സിനിമാ നടൻ ദിലീപ് വേണുവിനെ വിശേഷിപ്പിച്ചിരുന്ന ഒരു വാക്ക്, ഞാനത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആരോട് പറയുന്നില്ല, പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് വേണു ഈ പരിപാടി നടത്തുന്നതെന്നാണ് ഒരാൾ പറയുന്നത്. മറ്റൊരാള് നാണമില്ലടോ തനിക്ക് വേണു എന്ന പേരും വെച്ച് ഇത്തരം ഓഞ്ഞ ചർച്ച നടത്താൻ ചോദിക്കുന്നത്. വേണു എന്ന പേരും വെച്ചിട്ട് അങ്ങനെയാണ് പേര് മാറ്റട്ടെ. വേണു എന്നുള്ള പേര് ശ്രീകൃഷ്ണന്റെ പര്യായമാണ്. വേണു എന്നുള്ള പേരും വെച്ചിട്ട് ഇവൻ ഓഞ്ഞ വർത്താനം പറയുന്നു എന്നാണ് മറ്റൊരാൾ പറയുന്നത്. വേണുവിന്റെ മതമാഫിയകളിൽ നിന്ന് എത്ര തുക കിട്ടിക്കാണുമെന്നാണ് സതീഷ് ബാബു ചോദിക്കുന്നത്. രാജശേഖരൻ നായർ പറയുന്നു പിക് ടി വി ഒരു ഹിന്ദു വിരുദ്ധ ചാനൽ ആണോ എന്നാ ചോദിക്കുന്നത്. ഹിന്ദു വിരുദ്ധ ചാനൽ ആണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ, ഇതൊരു ഹിന്ദു വിരുദ്ധ ചാനലാണെന്ന്. മറ്റൊന്ന്, അന്നദാനം മഹാദാനം എന്ന വിശ്വാസം ജനങ്ങളിൽ വന്നതോടെ അതിനുവേണ്ടി സംഭാവന നൽകാൻ വിശ്വാസികൾ തയ്യാറാണ്. അതുകൊണ്ടാണ് ചെറിയ ക്ഷേത്രങ്ങളിൽ പോലും ഇപ്പോൾ അന്നദാനം നടത്തുന്നത്. ഈ അന്നദാനം വിശ്വാസികളാണ് അന്നദാനത്തിന് പൈസ കൊടുക്കുന്നത്. വിശ്വാസികൾ അന്നദാനത്തിന് പൈസ കൊടുക്കുന്നു, അവിടെ അന്നദാനം നടത്തുന്നു. അതിന് ഇയാൾക്ക് എന്തിനാപ്പം കുരുവിട്ടുന്നത്? അതല്ലാതെ വിദേശത്ത് നിന്ന് സംഭാവന കൊണ്ടുവന്നിട്ട് അതിൽ മുക്കാഭാഗം വിഴുങ്ങിയിട്ട് ബാക്കിയുള്ളത് കൊണ്ട് അവിടെ കാട്ടിക്കൊടുക്കുന്ന പരിപാടി ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നും നടക്കുന്നില്ല കേട്ടോ. വേണു സുജയ പാർവതി അടുത്തുണ്ടല്ലോ. എന്തേ സുജയ പാർവതിക്ക് ഇപ്പം നേരത്തെ റിപ്പോർട്ടർ ചാനൽ ഉണ്ടായപ്പോൾ സുജയ പാർവതിക്ക് ഭയങ്കര ഹൈന്ദവ സ്നേഹമായിരുന്നല്ലോ, ഇപ്പത്തെ ഒക്കെ വിഴുങ്ങുകയാണ് ഇപ്പോ. മറ്റൊരാൾ ചോദിക്കുന്നു, ഷിബുജി അത്തോളി ചോദിക്കുന്നു, അല്ല ഡാഷിന്റെ മോനെ വേണു, നീ എന്താണ് പള്ളിയിലൊന്ന് കൂടുന്നതിനെ പറ്റി മിണ്ടാത്തത്? ചെറ്റ എന്നാ ചോദിക്കുന്നത്. ഇപ്പൊ ചെറ്റ എന്നുള്ളത് നല്ല പ്രയോഗമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. മുഖ്യമന്ത്രി തന്നെ സർട്ടിഫിക്കറ്റ് നൽകി, ഇതാണ് ചെറ്റെ ഡാഷ് മോനെ എന്നൊക്കെ ഉള്ളത് നല്ല പ്രയോഗമാണ്, അതുകൊണ്ട് പറയാണ്. അല്ല ഡാഷിന്റെ മോനെ വേണു, നീ എന്താണ് പള്ളിയിൽ ഒന്ന് കൂടുന്നതിനെ പറ്റി മിണ്ടാത്തത്? ചെറ്റ എന്നാ ചോദിക്കുന്നത്. എടാ ചെറ്റെ, പള്ളിയിൽ കൂടുന്നതിനെ കുറിച്ച് നീ എന്താടോ മിണ്ടാത്തത്? ഞാനും ചോദിക്കുന്നു വേണുഗോപാലകൃഷ്ണനോട്. പറയടോ
വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ഇങ്ങനെ കൂട്ടം കൂടുന്നത് തെറ്റാണെന്ന് പറയാൻ വേണു ബാലകൃഷ്ണന് ധൈര്യമുണ്ടോ, ചങ്കൂറ്റമുണ്ടോ? വേണു ബാലകൃഷ്ണ പറയെടുത്താൽ വെള്ളിയാഴ്ചകളിൽ ഈ ജുമാ നമസ്കാരത്തിന് മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്നത് തെറ്റാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുകയാണ്. അതല്ലാതെ അമ്പലത്തിൽ പോകുന്ന പാവപ്പെട്ട അമ്മമാരെ അമ്മൂമ്മമാരെ അവരെന്തോ ഹിന്ദുത്വ തീവ്രവാദികൾ എന്നുള്ള രീതിയിലാണ് വേണു ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത്. സഹിക്കില്ല, ഇവിടുത്തെ ഹിന്ദു സമൂഹം സഹിക്കില്ല, പൊറിക്കില്ല. വേണു ബാലകൃഷ്ണൻ മനസ്സിലാക്കിക്കോ. ബിഗ് ടിവിയുടെ നടത്തിപ്പുകാർ മനസ്സിലാക്കി കേട്ടോ. വെറുതെയല്ല നിങ്ങൾ ഗുണം പിടിക്കാത്തത്, വെറുതെയല്ല നിങ്ങൾ ഈ പറയുന്ന TV ചാനലുകൾക്കിടയിൽ എവിടെ എത്താതെ പോകുന്നത്. മനസ്സിലായി കേട്ടോ. എല്ലാം രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നു. അത് ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നു. അത് ഏറ്റവും മനുഷ്യൻ കിട്ടാവുന്ന ഏറ്റവും ആപൽക്കരമായ ആയുധമായി മാറുന്നു എന്നത് ഈ പ്രവൃത്തികളെയൊക്കെ കുറേപ്പെട്ട് ജാഗ്രതയോടെ പരിശോധിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാൻ ആശങ്കയോടെ പറഞ്ഞത്. അപ്പോ വേണുവിന്റെ ആശങ്ക മനസ്സിലായല്ലോ. വേണുവിന്റെ ആശങ്കയാണ് ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ അതിതീവ്രമായ വേണുവിനെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമ്മൂമ്മമാരും അമ്മമാരും അമ്പലത്തിൽ പോകുന്നു, അവിടെ അന്നദാനത്തിൽ പങ്കെടുക്കുന്നു, അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, വഴിപാട് നടത്തുന്നു, തീർത്ഥാടനത്തിന് പോകുന്നു. വേണുവിന് ഇങ്ങനെ മറ്റേ സീരിയസ് പറഞ്ഞ പോലെ ഹിന്ദുക്കളെയല്ലേ മതേതരം പഠിപ്പിക്കാൻ വരാൻ നിനക്കൊക്കെ ധൈര്യമുള്ളൂ അല്ലേ? ഹിന്ദുക്കളെ മതേതരം പഠിപ്പിക്കാൻ വരാം. പോയി ഇങ്ങാണ്ട് ക്രിസ്ത്യാനികളെയും ഇവിടുത്തെ മുസ്ലിം മതവിശ്വാസികളെയും മതേതരത്വം പഠിപ്പിക്കാൻ ചെന്നാലേ ഞാൻ പറയുന്നില്ല കേട്ടോ. വേണു എന്ന പരമനാറി ചാനലിൽ ഇരുന്ന് പുലമ്പുന്നു. അമ്പലത്തിൽ അന്നദാനം നൽകുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല പോലും. അവന് ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് പറയാതിരിക്കാൻ ഷിബി കുട്ടൻ പറയാണ്, ഒന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇവിടെ ശരിക്കും വർഗീയത പടർത്തുന്നത്. ഇവരാണ് ഇവിടെ ജാതി മതം എന്നൊക്കെ പറഞ്ഞ് കുലവിളി നടത്തുന്നത്. ശരിക്കും ഇവർ പറയുന്ന അത്രയും വർഗീയത ഇവിടുത്തെ ജനങ്ങൾക്കിടയിലില്ല. ഉണ്ടാവും, അതൊക്കെ വളരെ കുറച്ചു മാത്രം. അതിന്റെ തീവ്രത കൂട്ടുന്നത് ഇവരൊക്കെയാണ്. ഇവരെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ശരിക്കും ഇവനെയൊക്കെ പിടിച്ച് അകത്തിടേണ്ടതാണ്. ഇവനെയൊക്കെ പിടിച്ചിട്ട് അകത്തിടേണ്ടതാണ്. ഇവരൊക്കെയാണ് ഇവിടെ മതസ്പർദ്ധ പടർത്തുന്നത് കേട്ടോ. PN ശ്രീകുമാർ പറയുന്നു, ഇതല്ലാത്ത ഒരു കുത്തിത്തിരിപ്പ് നീ കാണുന്നില്ലല്ലേ, അതാണ് നിന്റെ പാരമ്പര്യ ഗുണമെന്ന്. കേരളത്തിൽ ഹിന്ദു വിരുദ്ധതയ്ക്ക് മാത്രമാണ് ചാനൽ റേറ്റിംഗ് കൂടുന്നത്. മറ്റു മതക്കാരെ വിമർശിച്ചാൽ അത് ന്യൂനപക്ഷ പീഡനം. ഹിന്ദുക്കൾ നിങ്ങൾക്ക് എന്ത് വേണം പറയാം. ഗണപതി മിത്താണെന്ന് പറയാം. സരസ്വതിയുടെ നഗ്നചിത്രം വരയ്ക്കാം. നഗ്നചിത്രം വരച്ച MF ഹുസൈന് നിങ്ങൾക്ക് രാജാ രവിവർമ്മ പുരസ്കാരം കൊടുക്കാം. അതിനെക്കുറിച്ച് പാട്ടുകൾ പാടാം അല്ലേ? ഹിന്ദു അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ ഇവൻ ആശങ്കയുള്ളൂ എന്നാണ് ജിതേന്ദ്രൻ ചോദിക്കുന്നത്. എങ്കിൽ അത് തീർത്തു കൊടുക്കുക തന്നെ വേണം. ഇവനോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ സമയമായി എന്ന് പറയുന്നത്. ഇവനോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ ശരിക്കും സുജയ പറയേണ്ടതാണ്. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഇവനെയൊക്കെ ബിഗ് ടിവിയുടെ പുറത്ത് നിർത്തിയാൽ സുജയ്ക്ക് കൊള്ളാം. സുജയാണല്ലോ അവിടുത്തെ എന്തോ വലിയ കൊണസ്റ്ററാൾ അല്ലേ? പ്രസാദ് തോട്ടുംപുറത്ത് പറയുന്നു, അതിന് നിനക്കെന്താടാ? ഇവിടെ ഈ അന്നദാനത്തിനെ കുറിച്ചൊക്കെ പറയാണ്. അതിന് നിനക്കെന്താടാ വാർത്താ വായനക്കാരാ? ഞങ്ങളുടെ അമ്പലങ്ങളിൽ ഞങ്ങളുടെ സംഭാവന കൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ? ശരിക്കും അതാണ് ചോദിക്കേണ്ടവരോട്. നീ ആരാടാ അതൊക്കെ ചോദിക്കാൻ? അമ്പലങ്ങളിൽ അവിടെ അന്നദാനം നടത്തും, അവരെ തീർത്ഥാടനത്തിന് കൊണ്ടുപോകും, അവിടെ പോയി അമ്മൂമ്മമാരെ അവിടെ ഭജന ഇരിക്കും, ഭജന പാടും. അതൊക്കെ ചോദിക്കാൻ നീ ആരോടോ? നിനക്കെന്താ ഇങ്ങനെ പൊള്ളുന്നത്? തീവ്രവാദികളുടെ ഫണ്ട് വാങ്ങി നീ ഹിന്ദുക്കളുടെ മെക്കെട്ട് കയറാൻ വരണ്ട. വേറൊരു അശ്ലീലാണ്, ഞാൻ പറയുന്നില്ല. സംഗീത് സതീഷ് ചോദിക്കുകയാണ്. സ്വപ്ന സഞ്ചാരി പറയാണ്, ഇയാൾ പള്ളികളെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? ഞാൻ നേരത്തെ ചോദിച്ചു, പള്ളികളെ പറ്റി ഇവന് പറയാൻ പറ്റില്ലല്ലോ. പോടാ മൈ 4 കുത്താണേ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകുക എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. വളരെ കുറഞ്ഞു പോകും. മറ്റൊരു പോസ്റ്റാണ്, എടോ മനുഷ്യ, താൻ ആദ്യം ക്രിസ്തീയ ദേവാലയങ്ങൾക്കും മുസ്ലിം ആരാധനാലയങ്ങളിൽ വരുന്ന വിദേശ പണവും ഭക്തരിൽ നിന്നും കിട്ടുന്ന പണവും ഉപയോഗിക്കുന്നത് അതിന് കൃത്യമായ കണക്കുകളും കാണിക്കുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. എന്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായി കാണിക്കണമെന്ന് പറഞ്ഞപ്പോ സമരത്തിന് തയ്യാറായി റോഡിൽ ഇറങ്ങിയത്? ഇതെല്ലാം വാർത്തയാക്ക്. ഹിന്ദുവിന്റെ ഡാഷിന്റെ മേലെ കയറി പിടിക്കാണ്ട് എന്നാ പറയുന്നത്. അഡ്വക്കേറ്റ് പ്രകാശ് എസ് നായർ പറയുന്നു, ക്ഷേത്രങ്ങളിൽ പോകുകയോ അവിടെ ധ്യാനമിരിക്കുകയോ തപസ്സനുഷ്ഠിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഓരോരോ വ്യക്തികളുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യവും അവകാശവുമാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതൊക്കെ അനുഷ്ഠിക്കാൻ ഏതൊരുവനും അവകാശമുണ്ടെന്നിരിക്കെ പത്രമാധ്യമ പ്രവർത്തകർക്ക് ഇതിലൊക്കെ കടന്നു കയറി അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല.
അവരുടെ സ്വന്തം ജോലി നോക്കുകയാണ് വേണ്ടത്. ഒരു മതസ്ഥരുടെയും ഇത്തരം കാര്യങ്ങളിൽ ഇതുപോലെ കടന്നുകയറ്റം നടത്താൻ മാധ്യമപ്രവർത്തകർക്ക് അവകാശമില്ല എന്നുള്ള മിനിമം വിവേകമെങ്കിലും ഇയാളെ പോലുള്ളവർക്ക് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. മനോജ് കാർത്തിക വേണുവിന്റെ പഴയ ഒരു ക്ലിപ്പിംഗ് ഇട്ടിക്കണേ. വേണുവിന്റെ പഴയ ഒരു ക്ലിപ്പിംഗ്, അതായത് വാർത്താവായനക്ക് തൊട്ടു മുമ്പ് മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിടർന്നു താമരമുകുളങ്ങൾ ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടരൂരിയെറിഞ്ഞു ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടരൂരിയെറിഞ്ഞു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിലിപ്പു ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിലിപ്പു ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു. ഓക്സിജൻ നിങ്ങളുടെ അമ്മാവ് കൊണ്ട് തരുമോ പണ്ടാരം? അതായത് നേരത്തെ വേണു ഏഷ്യാനെറ്റിലായിരിക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ് ആണ്. വാർത്ത വായിക്കുന്നതിന് തൊട്ടു മുമ്പ് ആ ഒരു ഇടവേളയിൽ വേണു പാടിയ പാട്ടാണ്. മറ്റേ ഈ സഖാക്കള് അവരുടെ വിപ്ലവഗാനം എന്നൊക്കെ പറഞ്ഞ് പാടുന്ന പാട്ട് വേണു പാടിയതാണ്. പക്ഷെ അതിലുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയെക്കുറിച്ച്, താമരമുകുളങ്ങൾ വിടരുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള പാട്ട് വേണു ബാലകൃഷ്ണൻ പാടി തിമിർത്തതിന്റെ ക്ലിപ്പിംഗ് ആണ് നിങ്ങൾ കണ്ടത്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. അപ്പൊ ബിഗ് TV ഒന്ന് കരുതിയിരിക്കുക കേട്ടോ.